അതെ, നമ്മൾ ഗോവയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഗോവയിൽ പബ്ബോ ഒന്നുമല്ല ഇത്തവണ ഫോക്കസ് ചെയ്യുന്നത്, ദൂദ് സാഗർ ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളൊരു വണ്ടി റെൻറ്റിനെടുത്തു. എന്നിട്ട് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ദൂദ് സാഗർ ട്രക്കിങ്ങിലേക്ക് പോവുകയാണ്. ഫുൾ വ്യൂവും പോകേണ്ട വഴിയും ഗൈഡ് ലൈൻസൊക്കെ നമ്മൾ പോകെ ഇതിൻ്റെ പുറകെ പറയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളൊപ്പം ദൂദ് സാഗർ ട്രക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 7 മണി 7:30 ആ ഒരു സമയത്ത് നമുക്ക് അവിടെ എത്തണമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. നല്ല മഴക്കാറുണ്ട്. ഉച്ചയ്ക്ക് നല്ല മഴയായിരിക്കുന്നതാണ്. അതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം. ഈ പോകുന്ന വഴി ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, പ്രകൃതി രമണീയം എന്നൊക്കെ പറയാം. പക്ഷെ ഞങ്ങളിവിടെ അവിടെ നമുക്ക് ദൂദ് സാഗർ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു പാക്കേജ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇവരുടെ തന്നെ ഗോവയുടെ തന്നെ ഒരു ഗവൺമെൻറ് സൈറ്റുണ്ട് ദൂദ് സാഗറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ത്രൂ നമ്മൾ പാക്കേജ് എടുക്കുക ചെയ്തത്. പെർ പേഴ്സൺ 600 സംതിങ് ആണ് വരുന്നത്. നമ്മൾ അത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂടെ ലൈക്ക് 10 പേർക്ക് ഒരു ഗൈഡ് എന്ന പോലെ. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും, പിന്നെ ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആരൊക്കെ കൂടി ഉണ്ടെന്ന് നമുക്കറിയില്ല, നമ്മൾ രണ്ടുപേരും എന്തായാലും ഉണ്ട്. സോ നമ്മളിങ്ങനെ പോകുന്ന വഴിയാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ വഴിയാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണിത് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇട്ട് തരാം. അപ്പോൾ എങ്ങനെയാണ് ദൂദ് സാഗർ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്, ബിക്കോസ് നമ്മളത് ടിക്കറ്റ് സ്വന്തമായി എടുക്കുന്നതായിരിക്കും ബെറ്റർ, കുറച്ച് കാശ് കുറയും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. പോണ വിഷ്വൽസൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അതെ, ഇതാണ് ദൂദ് സാഗർ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. നമ്മളിവിടെ നിന്ന് ട്രക്ക് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമുക്ക് 10 പേരുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു എമൗണ്ടിന് പോകാൻ പറ്റുള്ളൂ. സപ്പോസ് നമ്മൾ പോകുന്ന സമയത്ത് അധികം ആൾക്കാരില്ല എന്നൊരു സിനാരിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ കേസിൽ നമ്മൾ 10 പേര് തേക്കേണ്ട കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും ആ ഗൈഡിന്. അതായത് ഇപ്പോൾ നമ്മൾ 8 പേരാണെങ്കിൽ ബാക്കി 2 പേരുടെ കാശും കൂടി ഗൈഡിന് നമ്മളായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഇത് വെയിറ്റ് ചെയ്യണം. നമുക്ക് 2 സുഹൃത്തുക്കളെ കിട്ടിയിരിക്കണേ. ഇതാണ് നമ്മളെ പിള്ളേര്. പേര് പറയും. എന്റെ പേര് കിരൺ, തിരുവനന്തപുരത്താണ്. ഒരു കൂട്ടുകാരനുണ്ട്. നമുക്ക് അടുത്ത കിട്ടിയ ഒരു കൊല്ലം മച്ചാനാണ്. ഹായ്, പേര് പറയും. അനന്തു. ഇവർ നമ്മൾ പോകുന്ന വഴി പരിചയപ്പെട്ടാണ് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ 10 പേര് തികഞ്ഞപ്പോൾ നമുക്കതിൽ 2 മലയാളികളെ കിട്ടിയായിരുന്നു. മലയാളികൾ പിന്നെ കൂടി ചേർത്ത പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര സംസാരമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് 10 പേരെ കിട്ടി, അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് 10 പേരാകുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ ട്രക്ക് ചെയ്ത് വരിക. സോ ഞങ്ങൾ പോകുന്ന വഴി മഴ കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് പോയത്, പക്ഷെ മഴ കിട്ടിയില്ല. ഇതാ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ട്രക്കിംഗ് ആണ്. 1 സൈഡ് 11 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് 22 കിലോമീറ്റർ ഉണ്ടാകും. അപ്പോൾ അതേപോലെയുള്ള ട്രക്കിംഗ് ഷൂസും എല്ലാം കയ്യിൽ വെക്കുക. മഴ പെയ്യില്ല എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ പോയെങ്കിൽ ഞങ്ങൾക്ക് മഴ കിട്ടി ഗൈസ്. അത് ഭയങ്കര രസമായിരുന്നു. മഴയും കൂടി പെയ്താലാണ് രസം. പക്ഷേ എഗെയിൻ മഴ പെയ്യുമ്പോൾ ഇത് ഫുള്ള് ചെളിയാവും. അപ്പോൾ നമുക്ക് അതേപോലെ ഷൂ ഇല്ലെങ്കിൽ ചെളിയിൽ ഇങ്ങനെ തെന്നി പോകും. ഞാനാണെങ്കിൽ ഇട്ടത് ഒരു ക്രോക്സ് ആയിരുന്നു. സോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ക്രോക്സ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതേപോലെയുള്ള നല്ല ഇതെടുത്താൽ മതി. മഴ നമുക്ക് കിട്ടി തുടങ്ങി കേട്ടോ. പക്ഷെ മഴ അറിയുന്നില്ല അല്ലേ. പിന്നെ ഞങ്ങൾ മഴ നന്നായിട്ട് അറിഞ്ഞു. അതായത് അതുകൊണ്ട് ആ ചെളി കണ്ടു. ചെളി നമുക്ക് തെന്നാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരുന്നു. പിന്നെ ഇടയിൽ കൂടെ ജീപ്പ് പോകുന്നുണ്ട്. നമ്മൾ റെയിൻകോട്ടും എടുത്തിട്ടില്ല. നൈസ്. അങ്ങനെ നമ്മൾ ദൂദ് സാഗർ എത്തി. ദൂദ് സാഗറിൽ പക്ഷേ നമുക്ക് മഴ കിട്ടിയെങ്കിലും അവിടെ എത്തിയപ്പോൾ വലിയ വെള്ളം ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി നിന്നപ്പോൾ നല്ലൊരു മഴയങ്ങ് പെയ്തു. അപ്പോഴേക്കും കുറച്ചും കൂടി വെള്ളം വീണു. ട്രെയിൻ പോകുന്നു ദൂദ് സാഗറിൻ്റെ ഫ്രണ്ടിൽ. പക്ഷെ വെള്ളം ഇല്ലാത്തത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നല്ല വെള്ളമായി.
ആ ഒരു മഴയിൽ തന്നെ ദൂസാഗർ അങ്ങ് നിറഞ്ഞു. അത് നമുക്ക് ഫുള്ള് ലക്കായിരുന്നു കേട്ടോ. മഴ പെയ്തതും വിഷമിച്ച് നിന്നപ്പോൾ അടുത്ത മഴ പെയ്ത് ദൂസാഗറിൽ ഫുള്ള് വെള്ളമായി. സോ നൈസ്, ഭയങ്കര നൈസായിരുന്നു. നിങ്ങൾ വൺ ടൈം നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രക്കിങ് തന്നെയാണ്. നിങ്ങൾക്കിത് വർത്തായിരിക്കും. ഒരു മഴ സീസണിലൊക്കെ പോയാൽ അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. കണ്ടോ, നമ്മൾ പിന്നെ തിരിച്ചിറങ്ങുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പബ്ബിൽ നിന്നൊക്കെ ഒന്ന് മാറി ഇടയ്ക്ക് ഇതേപോലെ ട്രക്കും ഈ ഒരു സൈഡ് ഓഫ് ഗോവയും കൂടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. മഴയത്ത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. മഴ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ മഴയത്ത് അങ്ങ് പോകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ പോകുന്ന വഴിക്കൊക്കെ ഭയങ്കര ഭംഗിയായി. കാടാണ്, അപ്പോൾ കാടിൽ ഇങ്ങനെ നല്ല രസമാണ്. കാടൊക്കെ വേറൊരു കളറായി. നമ്മൾ ഫിൽറ്റർ ഇട്ടല്ല കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങാണ്. ഭയങ്കര സ്ലിപ്പറിയാണ്, നല്ല മഴ പെയ്ത് സ്ലിപ്പറി ആയിക്കണ്, ഫുൾ ചളിപുളിയാണ്. അവൻ പറഞ്ഞ ചളിപുളി ഇതാണ്. അത് നല്ല ചളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ പയ്യെ ഇങ്ങനെ നടന്ന് തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് ക്ഷീണം അറിഞ്ഞു തുടങ്ങി. ബിക്കോസ് അപ്പ് ആൻഡ് ഡൗൺ 22 കിലോമീറ്ററാണ്, ലൈക്ക് വൺ സൈഡ് 11 കിലോമീറ്റർ. പക്ഷേ എനിക്ക് ഇടയ്ക്കൊരു അത് ഞാൻ പറയാം കേട്ടോ, എനിക്ക് അവിടെയും ലക്കായിരുന്നു. അതായത് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ജീപ്പ് വന്നപ്പോൾ ഗൈഡ് പെൺകുട്ടികളെ മാത്രം പുള്ളിക്കാരൻ ആ ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നു കേട്ടോ. ജീപ്പ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. നമ്മൾ ട്രക്കിങ് ഓപ്റ്റ് ചെയ്തത്. ജീപ്പിനാണെങ്കിൽ എക്സ്ട്രാ 600 സംതിങ് കൊടുത്ത് നമുക്ക് ജീപ്പിൽ പോകാം കേട്ടോ. സോ ഞാൻ ജീപ്പിൽ പോയിട്ട് അവരൊരു സ്ഥലത്ത് ഇറക്കി തന്നു. അപ്പോൾ എനിക്കൊരു 2 കിലോമീറ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റി. എന്നിട്ട് ഞാൻ അവിടെ അവരെയും വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കല്ലൊക്കെ പെറുക്കി വെച്ചു. ഞാൻ അവിടെ നിന്ന് കല്ലെടുത്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനതെടുത്ത് വെച്ചു. നമുക്ക് വല്ല ഫ്രിഡ്ജ് മാഗ്നറ്റ് പോലെ ചെയ്തെടുക്കുക അതെടുത്ത്. അപ്പോൾ ഞാനതെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവരെയും വെയിറ്റ് ചെയ്ത് ആ വെള്ളത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കാരണം നമ്മുടെ കൂടെയുള്ള ബോയ്സ് വരണമല്ലോ. സോ ഞാൻ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ അവർ ഒരു 15 മിനിറ്റിനുള്ളിൽ അവർ 2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വന്നിട്ടോ, പാവങ്ങൾ. അപ്പോൾ ഞാൻ മൊത്തം 20 കിലോമീറ്ററേ ട്രക്ക് ചെയ്തിട്ടുള്ളൂ. 2 കിലോമീറ്ററിനെ സ്കിപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഇതാണ് എൻ്റെ ക്രോക്സ്, ഫുള്ള് ചെളിയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് കഴുകി വൃത്തിയാക്കി. അപ്പോഴേക്കും അവർ വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. സോ ഇതാണ് ഞങ്ങളുടെ ദൂസാഗർ ട്രക്ക്. പോകുന്ന വഴികളൊക്കെ, അതായത് നമുക്ക് ഗോവയിൽ ഇത്രയും മനോഹരമായ പ്ലേസുകൾ, അതായത് ഇത്രയും ഹരിതാഭമായ പ്ലേസുകൾ കണ്ടു നമ്മളിങ്ങനെ ആലോചിച്ച് പോകും. ബട്ട് യു ഹാവ് ടു എക്സ്പീരിയൻസ് ദിസ് വൺസ് ഇൻ യുവർ ലൈഫ് ടൈം, ലൈക്ക് worth thing. So even if you want like more details about how to book the package and all, just DM me. I will give you the entire details soon. So that's all about our entire journey. Thank you so much guys. Bye bye.